നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് ലോകരാഷ്ട്രങ്ങളിൽ ഉള്ള അണുവായുധങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ന്യൂക്ലിയർ വെപ്പൺസ് ഇൻ ദ വേൾഡ് ടോട്ടൽ 12,331. ലോകത്താകമാനം 12,331 അണുവായുധങ്ങളുണ്ട്. അതിൽ 9 രാഷ്ട്രങ്ങൾക്കാണ് സ്വന്തമായി അണുവായുധങ്ങൾ കൈവശമുള്ളത്. അവയുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവയെ തരംതിരിച്ചിവിടെ എഴുതിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അണുവായുധങ്ങളുള്ളത് റഷ്യയ്ക്കാണ്, 5,449 അണുവായുധങ്ങൾ. രണ്ടാം സ്ഥാനം യുണൈറ്റഡ് സ്റ്റേറ്റ്സിനാണ്, അമേരിക്കയ്ക്കാണ് 5,227 അണുവായുധങ്ങൾ. മൂന്നാം സ്ഥാനം ചൈനയ്ക്കാണ് 600 അണുവായുധങ്ങൾ. നാലാം സ്ഥാനം ഫ്രാൻസിനാണ് 290 അണുവായുധങ്ങൾ. അഞ്ചാം സ്ഥാനം യുണൈറ്റഡ് കിങ്ഡം ബ്രിട്ടനാണ് 225 അണുവായുധങ്ങൾ. ആറാം സ്ഥാനം നമ്മുടെ ഇന്ത്യക്കാണ് 180 അണുവായുധങ്ങളാണുള്ളത്. ഏഴാം സ്ഥാനം പാകിസ്ഥാനാണ്, പാകിസ്ഥാന് 170 അണുവായുധങ്ങൾ കൈവശമുണ്ട്. എട്ടാം സ്ഥാനം ഇസ്രയേലിനാണ്, ഇസ്രയേലിന് 90 അണുവായുധങ്ങൾ കൈവശമുണ്ട്. ഒൻപതാം സ്ഥാനം നോർത്ത് കൊറിയയ്ക്കാണ്, 50 അണുവായുധങ്ങളാണ് അവരുടെ കൈവശമുള്ളത്. ഇനി ബാക്കി കുറച്ച് അണുവായുധങ്ങൾ അമേരിക്ക മറ്റ് ചില രാജ്യങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. അവ ഇപ്രകാരമാണ്: ടർക്കിയിൽ 35, ഇറ്റലിയിൽ 20, ബെൽജിയത്തിൽ 15, ജർമ്മനിയിൽ 15, നെതർലാൻഡിൽ 15. ഇനി റഷ്യ ഏതാനും ചില അണുവായുധങ്ങൾ ബെലാറസിൽ വിന്യസിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അതിൻ്റെ ആധികാരികമായ റിപ്പോർട്ടൊന്നും ലഭ്യമല്ല. അപ്പോൾ ആകെ 12,331 അണുവായുധങ്ങളാണ് ലോകത്തിലുള്ളത്. അതിൽ ഏറ്റവും അധികം അണുവായുധങ്ങളുള്ളത് റഷ്യയ്ക്കാണ്, രണ്ടാം സ്ഥാനം അമേരിക്കയ്ക്കാണ്. മറ്റ് 7 രാജ്യങ്ങളിൽ ഈ ക്രമത്തിൽ അണുവായുധങ്ങളുണ്ട്. അപ്പോൾ അമേരിക്കയും റഷ്യയും മറ്റുള്ള രാജ്യങ്ങളെക്കാൾ വളരെ വളരെ മുന്നിലാണെന്ന് നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാം. അണുവായുധങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ എല്ലാവർക്കും കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.